ഇപ്പോൾ ജയിലിൽ തടവുകാർക്കുള്ള വേതനം വർദ്ധിപ്പിച്ചതിൽ രോഷം കൊള്ളുകയാണ് പഴയ ജയിൽ മേധാവി ആർ ശ്രീലേഖ. സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് അവർ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുമുണ്ട്. LDF സർക്കാരിൻ്റെ കീഴിൽ 2017 ജൂൺ മുതൽ 2020 ആദ്യം വരെ ജയിൽ വകുപ്പ് മേധാവിയായി ജോലി നോക്കാൻ ഇടവന്നതിൽ ലജ്ജ തോന്നുന്നത് ഇതാദ്യം എന്നാണ് ശ്രീലേഖ പറയുന്നത്. സെൻട്രൽ ജയിലുകളിൽ അടക്കപ്പെടുന്നവർ കൊടും കുറ്റവാളികളാണ്. ഇനി അവർക്ക് വേണ്ടി ഭീമമായ തുക മുടക്കി പരിശീലനം നൽകി മനപരിവർത്തനം നടത്തി നല്ലവരാക്കി മാന്യമായ ജോലിക്ക് പ്രാപ്തരാക്കി വിടേണ്ട ആവശ്യമുണ്ടോ? പുറത്തിറങ്ങിയാൽ കിട്ടുമോ ഇത്രയും വലിയ ദിവസവേതനവും പോഷകസമൃദ്ധമായ സൗജന്യ ഭക്ഷണവും? സമൂഹത്തിലെ കുറ്റകൃത്യം പ്രോത്സാഹിപ്പിക്കലല്ലേ സർക്കാർ ചെയ്യുന്നത്? ഇതാണ് മാഡം ശ്രീലേഖ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരെ പോലുള്ള ആളുകൾ പോലീസിൻ്റെ തലപ്പത്തിരുന്ന കാര്യം ഓർക്കുമ്പോൾ പലർക്കും ലജ്ജ തോന്നുന്നുണ്ട്. ഒരു IPSകാരി യാതൊരു വിവരവുമില്ലാത്തവരുടെ പോലെ സംസാരിക്കരുത്. പോരെങ്കിൽ ഇപ്പോൾ ഒരു വാർഡ് മെമ്പർ കൂടിയാണ് ശ്രീലേഖ മാഡം. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ തടവുകാരുടെ വേതനം പരിഷ്കരിക്കുന്നത്. 2016 മോഡൽ പ്രിസൺ മാനുവൽ പ്രകാരം 3 വർഷം കൂടുമ്പോൾ ഈ വേതനം പരിഷ്കരിക്കണം. എന്നാൽ അത് വൈകിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിൽ കൂടിയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടാകുന്നത്. അല്ലാതെ പിണറായി വിജയൻ ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകളെ സഹായിക്കാൻ ചെയ്തതല്ല ഈ ശമ്പള വർധനവ്. തടവുകാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശങ്ങളും 2019 കോഡ് ഓഫ് വേജസ് പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ദേശീയ തൊഴിൽ വേതന മാനദണ്ഡങ്ങളും തന്നെയാണ് ഈ തീരുമാനത്തിൻ്റെ അടിത്തറ. കൃത്യമായ മിനിമം വേതനം നൽകാത്ത തൊഴിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 പ്രകാരം നിർബന്ധിത തൊഴിൽ എന്ന ഗണത്തിൽ വരുമെന്നും വേതനം തടവുകാരൻ്റെയും കുടുംബത്തിൻ്റെയും ഉപജീവനത്തിന് പര്യാപ്തമായിരിക്കണമെന്നും 1998 വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് പ്ലാനിംഗ് 2024 പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, കർണാടക തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങൾ അവിടുത്തെ മിനിമം വേതനത്തിന് തുല്യമായ തുക തടവുകാർക്ക് നൽകുമ്പോൾ കേരളത്തിൽ അത് മിനിമം വേതനത്തിൻ്റെ 1/5 മാത്രമായിരുന്നു. ആ കുറവാണ് ഇപ്പോൾ പുതിയ പരിഷ്കരണത്തിലൂടെ മാറ്റിയിരിക്കുന്നത്. കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടവരും സ്വമേധയാ തൊഴിൽ എടുക്കുന്നവരുമായി ഏകദേശം 4000-ഓളം തടവുകാർക്കാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത്. അവർക്ക് ലഭിക്കുന്ന വേതനത്തിൻ്റെ 50%വും സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമൊക്കെ അടങ്ങുന്ന അവരുടെ വീടുകളിലേക്കുള്ള നിത്യച്ചെലവിനാണ് ഉപയോഗിക്കുന്നത്. ഈ വേതന വർധനവ് തടവുകാരെ മാത്രമല്ല കുറ്റകൃത്യങ്ങൾക്ക് ഇരകളായവരെയും സഹായിക്കുന്നുണ്ട്. ഈ വേതനത്തിൻ്റെ 30% ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള സഞ്ചിത നിധിയിലേക്ക് വകയിരുത്തണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ തുച്ഛമായ ശമ്പളം മാത്രമായതുകൊണ്ട് ഇതുവരെ അത് പ്രായോഗികമായിരുന്നില്ല. ഇപ്പോൾ ഇവരുടെ ശമ്പളം വർദ്ധിക്കുന്നതോടെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിലുള്ള ഈ ഫണ്ടിലേക്ക് കൃത്യമായ വിഹിതം എത്തുകയും ചെയ്യും. ഫ്രീഡം എന്ന ബ്രാൻഡിലൂടെ തടവുകാർ അധ്വാനിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും നല്ല ഡിമാൻഡുണ്ട്. അതിൽ നിന്നുള്ള ലാഭത്തിൻ്റെ പകുതി സർക്കാർ ഖജനാവിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടത് വിരോധികൾ സകലയിടത്തും പ്രചരിപ്പിച്ച നുണയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിൽ കിടക്കുന്ന പാർട്ടി അനുകൂലികൾക്ക് വേണ്ടി വേതനം 5 ഇരട്ടി ആക്കി എന്നത്. മലയാള മനോരമ അടക്കമുള്ള പല മാധ്യമങ്ങളും കൊടുത്ത വാർത്ത സംസ്ഥാന സർക്കാർ തടവുപുള്ളികളുടെ വേതനം വർദ്ധിപ്പിച്ചു എന്നാണ്. അതായത് തടവുകാരുടെ വേതന വർധനവ് സുപ്രീം കോടതി വിധിപ്രകാരം ആണെന്ന് ആർക്കും മനസ്സിലാവരുത് എന്ന രീതിയിലായിരുന്നു മാധ്യമ വാർത്തകൾ മുഴുവൻ. കർണാടക അടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തടവുകാരുടെ ശമ്പളം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചിരുന്നു. ഇനി കർണാടക നോക്കണ്ട, സൂറത്ത് ജയിലിൽ എങ്ങനെയാണ് തടവുകാർക്ക് കിട്ടുന്നത് ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഒരിക്കൽ കൂടി ഇത്തരം വിവരക്കേട് വിളിച്ചു പറയുന്ന റിട്ടയേർഡ് ജയിൽ മേധാവി മുൻ IPS ആർ ശ്രീലേഖയോട് സഹതാപം തോന്നുകയാണ്. മിനിമം പത്രങ്ങൾ വായിക്കുകയോ വാർത്തകൾ കാണുകയോ ചെയ്യാൻ ശ്രമിക്കുക. സമകാലിക വിഷയങ്ങളിൽ അല്പം കൂടെ അപ്ഡേറ്റ് ആയിരിക്കുക. മേയർ ആയാലും MLA ആയാലും ഇനി വാർഡ് മെമ്പർ ആയാലും സാമാന്യ ബോധം ഉണ്ടാകുക എന്നത് ഒരു തെറ്റല്ല.